പിണക്കങ്ങൾ മാറ്റുക. ഗ്രീൻഫീൽഡ് എന്നൊരു ഗ്രാമത്തിൽ 2 സഹോദരികൾ ജീവിച്ചിരുന്നു. ഒരുപക്ഷേ ഇത് സന്തോഷമുള്ള ഒരു കുടുംബമായിരിക്കുമോ? ഹലോ ആന്റി ഗ്രേസ്, എന്താ ഇത്രയും ലേറ്റ് ആയത്? രാവിലെ തന്നെ വരേണ്ടതല്ലായിരുന്നോ? അത് നിന്റെ അമ്മ പട്ടണത്തിൽ നിന്ന് ഫ്രഷ് ചോക്ലേറ്റ് കുക്കീസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാ. നിന്റെ സഹോദരിക്ക് ഇത് വളരെ ഇഷ്ടമാണ്. അതൊക്കെ പോട്ടെ, ഹാപ്പി ബർത്ത്ഡേ. നിന്റെ സഹോദരി എവിടെ? എനിക്ക് അറിയില്ല, ചിലപ്പോൾ റൂമിൽ കാണും. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. വളരെ നന്ദി. ഹേയ് സ്റ്റെല്ല, ഹാപ്പി ബർത്ത്ഡേ. നീ എന്താ റൂമിൽ തന്നെ ഇരിക്കുന്നേ? എനിക്ക് പ്രോജക്റ്റ് തീർക്കാനുണ്ട്. അതുമാത്രമല്ല, എല്ലാവരും ബെല്ലേ മാത്രമല്ല പ്രശംസിക്കാറുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് അല്ലേ? കാണാനും ഒരുപോലെ തന്നെയല്ലേ ഉള്ളത്? എന്തു പറഞ്ഞാലും ഇവളേക്കാൾ സൗന്ദര്യം അവൾക്കല്ലേ ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ കണ്ണാടിയും ഈ ഡ്രസ്സും ഒക്കെ മാറ്റിയാൽ ശരിയാവും. മുടിയും നന്നായി കെട്ടണം, എന്നാലേ ഭംഗിയാകൂ. ഏയ്, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ? അവൾ ഇനിയും ഉയരണമെന്നാ എന്റെ ആഗ്രഹം. ശരി, നീ വെളിയിൽ വാ മോളെ. വെളിയിൽ എല്ലാവരും നിന്നെ ചോദിച്ചോണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ഞാൻ കുക്കീസ് വരെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് മോളെ. നീ വേഗം പുറത്തേക്ക് വരണം കേട്ടോ. ബർത്ത്ഡേ പാർട്ടി എപ്പോഴാ തുടങ്ങുന്നതെന്ന് അറിയില്ലല്ലോ. അതെ, നിറയെ പേരുണ്ടല്ലേ. പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മഹത്തരമായ ആ പിറന്നാൾ കേക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു പാർട്ടി ആയിരിക്കും. രണ്ടുപേരെ വെളിയിലോട്ട് കാണാനില്ലല്ലോ. റെഡി ആവുമായിരിക്കും. അത് വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഇതെന്റെ മോള് തന്നെ ഉണ്ടാക്കിയതാ. അതായത് ബർത്ത്ഡേ ഗേളിൽ ഒരാൾ ഉണ്ടാക്കിയത്. ബെല്ല. നന്നായിട്ട് തന്നെ ചെയ്തു ബെല്ല. ഇവൾക്ക് ഇത്രയും കഴിവുണ്ടോ? ഈ കേക്ക് കട്ട് ചെയ്യാൻ മനസ്സേ വരുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ കേക്ക് വെട്ടിയേ തീരൂ. Happy birthday to you. Happy birthday to you. Happy birthday to you. ഏയ്, എന്തു പറ്റി? എപ്പം നോക്കിയാലും ബെല്ലയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവൾക്കാണ് ഭംഗി, അവൾക്കാണ് കഴിവ് കൂടുതല്, ബുദ്ധി കൂടുതൽ എന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ലൊരു ഡ്രസ്സ് ധരിക്കാനും ആരോടും നന്നായി സംസാരിക്കാനും അറിയില്ല. പണ്ട് കാലത്ത് നിന്റെ അമ്മയെപ്പറ്റിയായിരുന്നു എല്ലാരും സംസാരിക്കാറുള്ളത്. അവൾ എന്റെ ഇളയതാണെങ്കിലും വളരെ അറിവുള്ളവളും ബുദ്ധിശാലിയുമായിരുന്നു. അതുകൊണ്ട് വിഷമിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഒരു ദിവസം എന്റെ അച്ഛന്റെ പിറന്നാളിന്റെ അന്ന് 3 ദിവസം ഒരേ ഇരിപ്പിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു കോട്ട് തയ്ച്ചു. ഞാനത് അച്ഛന് കൊടുക്കാൻ വേണ്ടി പോയപ്പോ നിന്റെ അമ്മ എന്നെ കാട്ടി മുന്നേ അവിടെ എത്തി. ഡാർലിംഗ്, ഈ കോട്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഇതിന് വില കുറച്ചധികമാണെന്ന് തോന്നുന്നു. അച്ഛാ, ഞാൻ കുറച്ച് കാശ് ചേർത്ത് വാങ്ങിച്ചതാ. അച്ഛന് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സന്തോഷാവും. ഞാനത് കേട്ട് രാത്രി മുഴുവൻ കരഞ്ഞു. സഹോദരിമാർക്കിടയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുത്തരെ ഒരു രീതിയിലും വേറൊരാളെ വേറെ രീതിയിലും ആയിരിക്കും കാണുന്നത്. എല്ലാം ശരിയാകും. ഹേയ്, ഇന്നലെ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നീ പറഞ്ഞതേ ഇല്ലല്ലോ. അതെന്തിനാ ഞാൻ പറയുന്നത്? എല്ലാവരും നിന്നെ വളരെയധികം പ്രശംസിച്ചില്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആ കേക്ക് ഉണ്ടാക്കാൻ 1 ദിവസം എടുത്തു. അതുകൊണ്ട് ടെസ്റ്റിനൊന്നും പഠിച്ചില്ല. എന്നെ പഠിക്കാനൊന്നും സഹായിക്കാവോ? എനിക്ക് അതിലുള്ള വാക്കുകളൊന്നും തലയിൽ കയറുന്നില്ല. പ്ലീസ് പ്ലീസ്. ശരി, 2 മണിക്കൂർ. അതിനുശേഷം എനിക്ക് എന്റെ പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. വളരെ നന്ദി.
ബെല്ലയ്ക്ക് 2 മണിക്കൂറിൽ കൂടുതൽ സഹായം ആവശ്യമുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേരും ടെസ്റ്റ് എഴുതാൻ തുടങ്ങി. അതിന്റെ റിസൾട്ടും വന്നു. എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ നിന്നെ ഇങ്ങനെ കുറച്ച് കാണുന്നേ? ഇല്ല, സ്റ്റെല്ലയെ ഞാൻ വളരെ കുറച്ചു കണ്ടു. നിങ്ങൾക്കറിയാവോ, മണിക്കൂർ കണക്കിന് ഇരുന്ന് അവളാ എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. വളരെ നല്ലവളാ. സോറി, പക്ഷെ അവള് നല്ലവളാണെന്ന് തോന്നുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എപ്പോഴും പഠിക്കുന്നതും അറിവുകൾ നേടുന്നതുമാണ് ഇഷ്ടം. അവൾ എനിക്കിതൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഗ്രേഡ് കിട്ടില്ലായിരുന്നു. ഉള്ളതാണോ? പക്ഷെ അവളെപ്പോഴും നിന്നോട് ദേഷ്യത്തിലാണല്ലോ സംസാരിക്കാറ്. പക്ഷെ നീ എപ്പോഴും അവളെക്കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. അവളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഈ റിസൾട്ട് ആദ്യം അവളെയാ കാണിക്കേണ്ടത്. അവൾക്ക് വളരെ സന്തോഷമാവും. ഹേയ്, നീ സ്റ്റെല്ലയെ കണ്ടോ? കുറച്ചു നേരം മുന്നേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, അവിടെ. സ്റ്റെല്ല, നിക്കേ. ദാ നോക്കിയേ, ഇത് നോക്കിയേ. എന്നോട് ക്ഷമിക്കേ, എനിക്കിപ്പോ ലൈബ്രറിയിലേക്ക് പോണം. നമുക്ക് പിന്നെ കാണാം. അമ്മേ, സ്റ്റെല്ല എന്താ ചെയ്തേന്നറിയോ? എന്റെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങിയല്ലോ. എന്ത് ചെയ്തു? എനിക്ക് മാത്സിന് എ ഗ്രേഡ് കിട്ടി. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവളാണ് എല്ലാം എന്നെ പഠിപ്പിച്ചെടുത്തത്. ആഹാ, ഇത് കേട്ടിട്ട് എനിക്ക് സന്തോഷാവുന്നു. സ്റ്റെല്ല എല്ലാവരോടും എളിമയോടും അറിവുള്ളവളുമായി പെരുമാറിയാൽ വളരെ നന്നായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ കണ്ടാൽ അങ്ങനെയൊന്നും ഇല്ലാത്തോളായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ എന്നെ അഹങ്കാരി എന്നല്ലേ പറയൂ? അതെ, ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നാൽ നിന്നെ നല്ലവളായും ബുദ്ധിശാലിയെന്നും എല്ലാവരും പറയും. വെളിയിൽ ആരോട് സഹകരിച്ചില്ലെങ്കിൽ സാരമില്ല. പക്ഷെ നിന്റെ അടുത്ത് ആരും ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരിക്കരുത്. പാർട്ടിയിലായാൽ പോലും. അത് നിന്റെ ബർത്ത്ഡേക്ക് കൂടെ നീ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് നീ എന്തിനാ വിചാരിക്കുന്നേ? എനിക്കറിയില്ല, നിനക്കാണ് എപ്പോഴും സൗന്ദര്യം കൂടുതൽ. സ്റ്റെല്ല, നമ്മൾ രണ്ടും ഒരുപോലെയുള്ള ട്വിൻസ് അല്ലേ? കാണാനും ഒരുപോലെ തന്നെയാണുള്ളത്. പക്ഷേ എല്ലാരും നിന്നെപ്പറ്റി മാത്രമല്ലേ സംസാരിക്കൂ. നിന്റെ കേക്ക്, നിന്റെ സാധനങ്ങൾ. ആന്റി ഗ്രേസിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ട കുക്കീസ് അല്ലേ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞേ? നിനക്ക് വേണ്ടി മാത്രം. നിനക്ക് ബേക്കിംഗ് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. എന്ത്? അങ്ങനെയാണോ? ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാതെ വിട്ടല്ലോ. നീ എന്താ ശ്രദ്ധിക്കാത്തെ? നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ കരഞ്ഞു. സഹോദരിമാരായി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരാളെ ഒരുപോലെയും വേറൊരാളെ വേറെ മാതിരിയായിരിക്കും കാണുന്നത്. സാരമില്ല, വിട്ടേക്ക്, എല്ലാം ശരിയാവും. അമ്മേ, അപ്പൂപ്പന്റെ പിറന്നാളിന് എന്തിനാ കോട്ട് വാങ്ങിച്ചു കൊടുത്തേ? ആന്റി ഗ്രേസ് കോട്ട് കൈകൊണ്ടുണ്ടാക്കി. എപ്പോ? വളരെ വർഷങ്ങൾക്ക് മുമ്പോ? ഏത് കോട്ട്? അവൾ എപ്പോഴാ അത് ചെയ്തത്? സ്റ്റെല്ല എല്ലാ കഥകളും അവളുടെ അമ്മയോട് പറഞ്ഞു. അവളുടെ ആന്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അവള് കോട്ട് തുന്നിയെന്നോ? എനിക്കറിയില്ലായിരുന്നല്ലോ. ആ കോട്ട് കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ അച്ഛന് വേണ്ടി വാങ്ങിച്ചതാ. ഒരു ദിവസം എന്റെ അച്ഛന്റെ പിറന്നാള് വന്നു. അപ്പൊ ഞാൻ 3 ദിവസം ഇരുന്ന് എന്റെ അച്ഛന് വേണ്ടി ഒരു കോട്ട് തുന്നിയെടുത്തു. അത് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ നിന്റെ അമ്മ എനിക്ക് മുന്നേ അവിടെ എത്തി. ആന്റിയാണ് ചെയ്തത്. ആരും അറിയാതെ 3 ദിവസം എടുത്ത് രഹസ്യമായിട്ടാ ചെയ്തത്. സത്യം പറഞ്ഞാൽ എന്റെ അച്ഛൻ്റെ ആ കോട്ട് കൊടുത്തതിന് ശേഷം രാത്രിയിൽ... ഡാർലിംഗ്, ഈ കോട്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഇതിന്റെ വില കുറച്ചധികമാണെന്ന് തോന്നുന്നു. അച്ഛാ, ഞാൻ കുറച്ച് കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതായി കോട്ട്. അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വളരെ സന്തോഷാവും. നിനക്കറിയോ, നിന്റെ സഹോദരി വളരെ മനോഹരമായിട്ടൊരു കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്കും നിന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാമായിരുന്നു. ഞാൻ വേണമെങ്കിൽ അവളോട് ചോദിക്കാം. ഇല്ല, വേണ്ട, വീട്. അവള് തന്നെ ഉണ്ടാക്കട്ടെ. ആന്റി ഗ്രേസ് ഇത് തീർച്ചയായും അറിയണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്റ്റെല്ലയെ നീ എന്നെ സഹായിക്കാവോ? തീർച്ചയായും സഹായിക്കാം. അത് എന്റെ ഓർമ്മയിൽ വരുന്നില്ല. ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കാവോ പ്ലീസ്? എനിക്ക് എന്താ പറയേണ്ടതെന്ന് പിടികിട്ടുന്നില്ല.
എന്നെ വിശ്വസിക്കേ. അപ്പൂപ്പൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഞങ്ങളെ സഹായിക്കേ. ആന്റി ഗ്രേസ്, ഈ ഭക്ഷണം വളരെ രുചികരമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓ, വളരെ നന്ദി. അപ്പൂപ്പൻ രണ്ടുപേരോടും എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. ഞാൻ അധികമൊന്നും സംസാരിക്കാറില്ല. അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി. പിന്നെ എനിക്ക് ഇപ്പോഴാണൊരു കാര്യം മനസ്സിലായത്. ഗ്രേസി എന്നെ പോലെ തന്നെ ആളുകളോട് അധികം സംസാരിക്കാൻ മടി കാണിക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛാ, ഗ്രേസ് നിന്റെ സഹോദരി നിന്നെ പോലെയല്ല. കാരണം അവൾ എല്ലാവരുമായിട്ടും നന്നായി ഇടപഴകി നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ നീയോ, നീ വളരെ സ്നേഹമുള്ള കുട്ടിയാണ്, പക്ഷേ വളരെ നിശബ്ദയുമാണ്. എന്നെ പോലെ തന്നെ. എനിക്ക് വേണ്ടി കോട്ടുണ്ടാക്കി തരാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ എനിക്ക് വേണ്ടി കോട്ടുണ്ടാക്കിയ കാര്യം നീ പറഞ്ഞില്ലല്ലോ. ഞാനാ പറഞ്ഞേ, ക്ഷമിക്കൂ. എനിക്കിതറിയില്ലായിരുന്നു ഗ്രേസ്. നീ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാനൊന്ന് വാങ്ങിച്ചു. വേറെ എന്ത് വാങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ആ കോട്ട് തയ്ക്കുന്നത് കണ്ട് എനിക്ക് ശരിക്കും എന്തുമാത്രം അഭിമാനം തോന്നിയെന്ന് നിനക്കറിയാമോ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് അഭിനന്ദിക്കേണ്ടതായിരുന്നു. ഒരു മിനിറ്റ്, ഇതുവരെ നമ്മളെ രണ്ടുപേരെ അച്ഛൻ പ്രശംസിച്ചായിട്ട് എനിക്ക് ഓർമ്മയേയില്ല. നിന്നെയും പ്രശംസിച്ചിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞില്ല. ഫീലിങ്സ് തുറന്നു പറയുന്നത് എനിക്കത്ര ശീലമില്ല. നിന്റെ സഹോദരി എപ്പോഴും ചിന്തിക്കുന്നതെല്ലാം സംസാരിക്കും. അവൾക്കൊരു കാര്യവും ആരോടും ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. നീയും എന്റെ അടുത്ത് അങ്ങനെയില്ലായിരുന്നു. ദൈവമേ, ജീവിതത്തിൽ ഞാൻ ഇത് ആലോചിച്ച് എത്ര ദുഃഖിച്ചിട്ടുണ്ടെന്നറിയോ? ഇവളെയാണ് അച്ഛൻ ഇഷ്ടമെന്നാ ഞാൻ വിചാരിച്ചേ. സ്റ്റെല്ലയോട് വരെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആന്റി എപ്പോഴും എനിക്കൊരു വലിയ സപ്പോർട്ടാണ്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയത്. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് കോഫി വേണം. നമ്മളെ കൊണ്ട് സാധിച്ചു. അതെ, നമ്മളൊരു നല്ല ടീമാണ്. ദാ നോക്കൂ, ഞാൻ എന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. നീ ഒരു നല്ലവളായിരുന്നെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. നമ്മൾ രണ്ടുപേരും ട്വിൻസ് ആണെങ്കിലും വ്യത്യസ്തതയുള്ളവരാണ്. നീ എങ്ങനെയാണോ ഉള്ളത് അതാണ് എനിക്കിഷ്ടം. പക്ഷെ എന്റെ അടുത്ത് നീ വെറുപ്പ് കാണിക്കാതിരുന്നാൽ എനിക്ക് സന്തോഷമാവും. നീ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കാതിരുന്നാലും വളരെ നന്നായിരിക്കും. നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? അതുകൊണ്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഒരു നല്ല കാര്യം. അവർക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറി വളരെ സ്നേഹമുള്ള സഹോദരിമാരായി പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും.